പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ വിമലാസ് ത്യോഹാർ എസ്പാരൻസ് 2025 എന്ന പേരിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജീസ ഗ്രേസ് CMC പതാക ഉയർത്തി പരിപാടിക്ക് തുടക്കം കുറിച്ചു. എറണാകുളം GST ഡെപ്യൂട്ടി കമ്മീഷണർ വീണ കൃഷ്ണൻ ആനുവൽ ഡേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കമാലി മേരിമാത പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ ജസ്മിൻ CMC അധ്യക്ഷത വഹിച്ചു. ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാർ മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികളായ പാർവതി രാജ്, എറിൻ ജിബു എന്നിവർ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജീസ ഗ്രേസ് ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ, ലോക്കൽ മാനേജർ ലിസ്മരിയ, PTA പ്രസിഡന്റ് ജീൻ വിൻസ് ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. മാതാപിതാക്കന്മാരോടുള്ള അനുസരണയാണ്. ആ അനുസരണ ജീവിതത്തിൽ അവളെ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. മറ്റൊന്ന് ഗുരുനാഥന്മാരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെയാണ്. ഇത് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ ഏതു കുട്ടിക്കും താൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ എത്താൻ കഴിയും. പഠിക്കുകയും എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കുട്ടികൾ സമൂഹത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഈ സമൂഹത്തെ നയിക്കുവാനുമുള്ള അറിവ് കൂടി ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും താൻ സ്വായത്തമാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ വിമല സെൻട്രൽ സ്കൂൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നല്ല പൗരന്മാരെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ ഈ വിദ്യാലയത്തിന് ഇനിയും സമൂഹത്തിന് അറിവും നിറിവും തിരിച്ചറിവും നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരും കുട്ടികളെ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അത് അധ്യാപകരായാലും ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളായാലും പറയാൻ ശ്രമിക്കുന്നത് എപ്പോഴും കുട്ടികളെ എസ് പറയാനാണ്. പക്ഷെ നമ്മളൊരു കുട്ടിയെ വളർത്തി വലുതാക്കുമ്പോൾ അവരെ ചിലപ്പോഴെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി, അവരുടെ വിചാരങ്ങൾക്കനുസൃതമായി, അവരുടെ ചിന്തകൾക്കനുസൃതമായി ഒരു നോ കൂടെ പഠിപ്പിക്കാനുള്ള പാഠ്യരീതിയിലേക്ക് നാം മാറേണ്ടതുണ്ട് എന്നൊരു ചെറിയ ഒരു ആശയം മുന്നിൽ വയ്ക്കുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. മാതാപിതാക്കളും അധ്യാപകരും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ട എന്നല്ല, പക്ഷേ ഒരു കുട്ടി നോ പറയുമ്പോൾ നമുക്ക് കൂടെ അത് ചിന്തിക്കാനുള്ള ഒരു അവസരം ലഭിക്കും. ആ നോയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ ശരി നാളെ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക്, ജീവിത സാഹചര്യങ്ങളെ നേരിടുമ്പോൾ, പോരാട്ടങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴെല്ലാം പ്രയോജനമാകും എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു ആശയം ഈ സമയത്തിവിടെ വയ്ക്കുവാൻ ഈ സമയം വിനിയോഗിച്ചത്. കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇനിയും നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ നിരവധി പരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറാനുണ്ട്. എന്തായാലും ഇത്തരം അവസരങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഏറ്റവും മഹത്തരമായ വിദ്യാലയത്തിൽ തന്നെ തിരഞ്ഞെടുത്തു അവിടെ പഠിക്കാനുള്ള അവസരം കൊടുത്തു എന്നുള്ള മാതാപിതാക്കളുടെ സന്തോഷത്തിൻ്റെ ഒപ്പവും പങ്കുചേരുന്നു. ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ പാഠ്യവിഷയത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനും എല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ആനുവൽ ഡേക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥികളായ എൽദോ ബൈജു, ആലിയ അജീഷ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി. കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾ ശ്രദ്ധേയമായി. പ്രൊഫഷൻസി അവാർഡ് വിതരണവും നടന്നു. വിമലാസ് ത്യോഹാർ എസ്പാരൻസ 2025 കുറിച്ച് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജീസ ഗ്രേസ് സംസാരിച്ചു. സിസ്റ്റർ ജീസ ഗ്രേസ്, പ്രിൻസിപ്പൽ വിമല സെൻട്രൽ സ്കൂൾ. ഇന്ന് ഇവിടെ ആനുവൽ ഡേ, 20th ആനുവൽ ഡേ എസ്പെരാൻസ, ദ മീനിങ് ഹോപ്പ്, ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സോ നല്ലൊരു ലൈറ്റിൻ്റെ, പ്രകാശത്തിൻ്റെ ഒരു ഉപകരണങ്ങളാക്കിക്കൊണ്ട് വിമല സെൻട്രൽ സ്കൂൾ ഈ നാടിന് അഭിമാനമായി 20th ആനുവൽ ഡേ ആഘോഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.